ട്രഷർ ഹണ്ടറായ ഡീമൻ്റെ ഗുഹയിലെത്തിയ ഷാവോ അദ്ദേഹത്തെ എൻ്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല പല കളികൾ കളിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവൾ തന്നെ പഠിപ്പിച്ചു തരുന്നതിന് പകരമായിട്ട് അവൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം ആവശ്യപ്പെട്ടവളാണ് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അവൾ ആ സ്കൈ സ്റ്റോണിൻ്റെ കാര്യം പറയുന്നില്ല. ഇത് ഹോങ്ങയെ അസ്വസ്ഥനാക്കുന്നുണ്ട്. തനിച്ചായപ്പോൾ അവൻ ഷാവോയുടെ അടുത്തേക്ക് ചെന്ന് എന്താണ് അവൾ അക്കാര്യം ചോദിക്കാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ഇങ്ങനെ ഗെയിം കളിക്കണം, സമയം ചെലവഴിക്കണം എന്നൊക്കെ പറയുന്നത് വെറുതെ അവളെ പിടിച്ചു നിർത്താനുള്ള സൂത്രമാണ്. അതുകൊണ്ട് സ്കൈ സ്റ്റോൺ കിട്ടിയില്ലെങ്കിലും നമുക്ക് തിരികെ പോകാമെന്ന് ഹോങ്ങെ പറയുന്നുണ്ട്. പക്ഷേ ഷാവോ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അവളുടെ അഭിപ്രായത്തിൽ ഈ ട്രഷർ ഹണ്ടർ ഒരു ദുഷ്ടനൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും അദ്ദേഹത്തിന് സന്തോഷം കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. അവിടെ ട്രഷറാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല സാധനങ്ങളും മനുഷ്യരുടെ ഇടയിൽ കളിക്കാനും മറ്റും ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ മനസ്സുള്ള ആളിൻ്റെ മനസ്സ് ഉറപ്പായും നല്ലതായിരിക്കണം. അതുകൊണ്ട് ക്ഷമയോടെ ഇതിൽ നിന്ന് നേരിടാൻ തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഷാവോ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിനൊപ്പം കളികൾ കളിക്കാൻ തുടങ്ങുന്നു. ഹോങ്ങെ ഇത് കാരണം പിണങ്ങി ഒരിടത്തിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഷാവോ അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവൻ എന്താണ് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്, ഡീമൺ കിങ് ആയിട്ടുള്ള അവന് ഇങ്ങനെ പവർ ഇല്ലാത്തത് കാരണം ക്ഷമയോടെ ഇരിക്കേണ്ടി വന്നതൊക്കെ അവന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പവർ തിരികെ കിട്ടാൻ വേണ്ടി എന്തും സഹിക്കാനുള്ള അവൻ്റെ ഈ ക്ഷമയെ അവൾ പുകഴ്ത്തുകയും ചെയ്യുന്നു. പക്ഷേ ശക്തി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ എന്ത് സഹിക്കാനൊന്നും താൻ തയ്യാറല്ല. അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ തൻ്റെ പവർ വേണ്ടെന്ന് വെക്കാനും താൻ തയ്യാറാണ് എന്ന് അവൻ പറയുന്നുണ്ട്. ഷാവോയെ മടിയിലിരുത്തിക്കൊണ്ടാണ് അവനിത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവനിങ്ങനെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ഒന്ന് കിസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അതിനായിട്ട് അടുക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ട്രഷർ ഹണ്ടർ അങ്ങോട്ടേക്ക് വരുന്നതിനാൽ ഷാവോ പെട്ടെന്ന് എഴുന്നേറ്റ് മാറുന്നു. അദ്ദേഹം ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരും ശരിക്കും ചമ്മുന്നു. ഷാവോ പിന്നെയും അദ്ദേഹത്തിനൊപ്പം കുറേ സമയം ചെലവഴിക്കുന്നുണ്ട്. പരുന്തിൻ്റെ രൂപത്തിലൊരു പട്ടമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കടൽ തീരത്തോടി അവർ അത് പറത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. കുറേ നേരം അങ്ങനെ പട്ടം പറത്തി കളിച്ച് ക്ഷീണിച്ച് അവർ രണ്ടുപേരും കൂടി അവിടെ എടുത്തിരുന്ന് സംസാരിക്കുന്നു. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ വെസ്റ്റ് കോസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് അവിടെ വിട്ട് പോകാൻ സാധിക്കുകയില്ല. അവളെ തൻ്റെ സന്തോഷത്തിനായി അവിടെ പിടിച്ച് നിർത്താനും താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹോങ്ങിയുടെ പവർ നഷ്ടമായതുകൊണ്ട് അവൻ്റെ ശക്തി വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്കൈ സ്റ്റോൺ അന്വേഷിച്ചാണ് അവർ അവിടെ വന്നതെന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായ കാര്യവും അദ്ദേഹം പറയുന്നു. അതറിഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ അങ്ങനെ ഒരു ചാൻസ് ഷാവോയ്ക്ക് നൽകിയത്. എന്നിട്ടും അവൾ അത് വേണമെന്ന് പറയാതെ തൻ്റെ ഒപ്പം സമയം ചെലവഴിക്കാൻ തയ്യാറായതിന് അദ്ദേഹം അവളെ പുകഴ്ത്തി പറയുന്നുണ്ട്. അവളോടൊപ്പം ചെലവഴിച്ച ഈ സമയമാണ് ഒരുപാട് വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയം. അതുകൊണ്ട് അവളെ അവിടെ നിന്ന് വിട്ടയക്കാൻ ശരിക്കും ആഗ്രഹമില്ല, പക്ഷേ അവളെ പിടിച്ചു നിർത്താനും ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ ഷാവോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയിട്ട് ഹോങ്ങയുടെ പവർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആ സ്കൈ സ്റ്റോൺ തങ്ങൾക്ക് താൽക്കാലികമായിട്ടൊന്ന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൻ്റെ ശക്തികൾ വീണ്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരികെ എത്തിച്ചോളാമെന്നും അവൾ പറയുന്നുണ്ട്. അദ്ദേഹം അത് സമ്മതിക്കുന്നു. അങ്ങനെ സ്കൈ സ്റ്റോൺ അവർക്ക് നൽകുന്നുണ്ട്. അത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴും ഷാവോയെ വിട്ടയക്കാനുള്ള ഇഷ്ടക്കേട് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാലും ഹോങ്ങെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അവൻ അവളെ നന്നായി നോക്കിയില്ലെങ്കിൽ അവളെ താൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെ ആവശ്യം വരില്ല, അവളെ താൻ നന്നായി നോക്കുമെന്ന് ഹോങ്ങെ അങ്ങോട്ട് കയറി പറയുന്നുണ്ട്. അദ്ദേഹം അവളെ മാത്രം മാറ്റി നിർത്തിയിട്ട് നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ അവനുമായി സംസാരിച്ചിരുന്നു. അവൻ ശരിക്കും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങളിനി അടുത്ത തവണ വരുമ്പോൾ നിങ്ങളുടെ വെഡ്ഡിങ് കാൻഡിയുമായിട്ട് വേണം വരാൻ എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. ഇവരിങ്ങനെ മാറി നിന്ന് സംസാരിച്ച് എന്താണെന്ന് ഹോങ്ങി പിന്നെ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും പറയുന്നില്ല. ഇനി അധിക സമയം അവിടെ നിന്നാൽ തൻ്റെ മനസ്സ് മാറിയേക്കും, അതിനു മുമ്പേ പൊയ്ക്കോളാൻ അദ്ദേഹം അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഹോങ്ങയും ഷാവോയും സ്കൈ സ്റ്റോണുമായി അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തിരികെ വുഹാൻ്റെ പുറത്തുനിന്ന് പോകുന്ന സമയത്തും എന്താണ് അദ്ദേഹം അവസാനം അവളോട് പറഞ്ഞതെന്ന് ഹോങ്ങെ ചോദിക്കുന്നുണ്ടെങ്കിലും അടുത്തേക്ക് വന്നാൽ പറയാമെന്ന് പറഞ്ഞ് അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ്റെ കവിളിൽ നിന്ന് കിസ് ചെയ്യുകയാണ് അവൾ ചെയ്തത്. കൊട്ടാരത്തിൽ ഈ സമയം മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ഹേവുവിനെ അവിടെ മരുന്നുണ്ടാക്കുന്ന ആ റൂമിനുള്ളിൽ ആക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവനപ്പോൾ ഒരു മരുന്നായി മാറി കഴിഞ്ഞാണോ എന്നാണ് അവിടുത്തെ രണ്ട് കാവൽക്കാർ വിചാരിച്ചത്. അങ്ങനെ അവർ അതിനെപ്പറ്റി ഈ റൂമിൻ്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹേവുവിൻ്റെ ഡോറൊക്കെ തകർത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരെയും കൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള അവൻ്റെ അലർച്ച കേട്ട് അവിടുത്തെ ഫെയു ഗാർഡ്സൊക്കെ ഓടി വരുന്നുണ്ടെങ്കിലും അവനവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു. നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. രാജാവ് ഈ വിവരം അറിഞ്ഞതോടെ ഫെയു ഗാർഡ്സിനോട് ആകെ കലിപ്പാവുന്നു. അവർക്ക് യുലി സ്പ്രിംഗ് വാട്ടർ കണ്ടെത്താനും പറ്റുന്നില്ല. ഇപ്പോൾ പിടികൂടിക്കൊണ്ട് വന്ന ഡീമനെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹം അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വെറുതെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറും കൂടി നൽകുന്നു. അടുത്ത 1 മാസത്തിനുള്ളിൽ അവിടെയുള്ള മുഴുവൻ ഡീമൻസിനെയും നശിപ്പിച്ചിരിക്കണം. 1 മാസത്തിന് ശേഷം അവിടെ ഒരു ഡീമനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഫെയു ഗാർഡ്സിനെ മുഴുവനും
വധശിക്ഷയ്ക്ക് വിധിക്കും. വെറുതെ അങ്ങ് വധശിക്ഷയ്ക്ക് വിധിക്കുകയല്ല, 1000 മുറികൾ ഉണ്ടാക്കിയായിരിക്കും അവരെ കൊല്ലുന്നത്. അത് പോരായിട്ട് അവരുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊല്ലും എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ഈ ഓർഡർ കേട്ട് ഏറ്റവും കൂടുതൽ പേടിച്ചത് അസിസ്റ്റൻ്റാണ്. ഹോങ്ങയും ഷാമുവും ഈ സമയം സ്കൈ സ്റ്റോണുമായിട്ട് തിരികെ എത്തി അത് ഷാമുവിനെ ഏൽപ്പിക്കുന്നു. മുമ്പ് ഹോങ്ങയെ പോലെ ശക്തി നഷ്ടപ്പെട്ട ഹെവൻലി മദർ ഈ സ്റ്റോണിൻ്റെ സഹായത്തോടെ തൻ്റെ ശക്തികൾ വീണ്ടെടുക്കാൻ എന്താണ് ചെയ്തതെന്ന് അറിയാവുന്നത് ഈ സ്റ്റോണിലാണല്ലോ. അതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് ഇത് കണ്ടെടുത്തുകൊണ്ട് വന്നത്. എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്നൊക്കെ ഷാമു ആ സ്റ്റോണിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കുന്നു. അന്ന് ശക്തികൾ നഷ്ടപ്പെട്ട ദേവത ഏതോ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് സമയത്തെ പിന്നിലേക്കാക്കിയിട്ട് അവരുടെ ചെറുപ്പകാലത്തേക്ക് പോവുകയായിരുന്നു. അവരുടെ പ്രൈമോഡിയൽ സ്പിരിറ്റിനെ റിക്കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവരങ്ങനെ ചെയ്തത്. അങ്ങനെ പോയ അവർ പവർ വീണ്ടെടുത്ത് തിരികെ എത്തിയോ എന്നുള്ള കാര്യം ഈ സ്റ്റോണിന് അറിയില്ല. കാരണം അങ്ങനെ സമയത്തെ പിന്നിലാക്കി ആ ദേവത പോകുന്നത് മാത്രമേ സ്റ്റോൺ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല എന്ന് ഷാമു പറയുന്നു. അവൻ ഈ പറഞ്ഞ സമയത്തെ പിന്നിലേക്കാക്കുന്ന ടെക്നിക്ക് ആരും അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളതായി കേട്ടിട്ടില്ല. ആ ടെക്നിക്ക് ഉപയോഗിച്ചാൽ തന്നെ ഒരാൾ ചെന്നെത്തുന്നത് ഇൻഫൻറ്റ് സ്റ്റേജിലേക്കായിരിക്കും. ഇതിനു മുമ്പ് മനുഷ്യനായാലും ഡീമനായാലും ആരായാലും അയാൾക്ക് ആ സമയത്തെ ഓർമ്മകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. എല്ലാവർക്കും ആ ടെക്നിക്ക് പ്രയോഗിക്കാനും പറ്റുകയില്ല. ഇനി എങ്ങനെയെങ്കിലും അത് ഉപയോഗിച്ച് അങ്ങനെ പോയാൽ തന്നെ പവർ വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുമില്ലല്ലോ. അതുകൊണ്ട് ഹോങ്ങെ ഈ ശ്രമം ഇവിടെ വെച്ച് ഉപേക്ഷിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴാണ് മനുഷ്യനാണെങ്കിലും ഡീമനാണെങ്കിലും ആണല്ലോ ഇങ്ങനെയുള്ള റിസൾട്ട് ഉണ്ടാകുന്നത്. താനിതിൽ രണ്ടിലും പെടാതെ ഹാഫ് ഹ്യൂമനും ഹാഫ് ഡീമനുമായിട്ടുള്ള ആളാണല്ലോ. തനിക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് സമയത്തെ പിന്നിലേക്കാക്കി പോകാൻ പറ്റുമോ എന്നുള്ള സംശയം ഷാമു ചോദിച്ചത്. ഷാമുവും അപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അവൾക്ക് അതിന് സാധിക്കും. അവളങ്ങനെ പോവുകയാണെങ്കിലും അവളുടെ ഇപ്പോഴത്തെ ശരീരത്തിന് കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല. ഈ ഓർമ്മകളോടെ തന്നെ അവൾക്ക് പോകാൻ സാധിച്ചേക്കുമെന്ന് ഷാമുവും പ്രതീക്ഷയോടെ പറയുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഹോങ്ങയുടെ പ്രൈമോഡിയൽ സ്പിരിറ്റിന് തകരാറ് സംഭവിച്ചത്. അതുകൊണ്ട് അതിനു മുന്നിലുള്ള കാലത്തേക്കാണ് അവൾ പോവേണ്ടതെന്നും അവൻ പറയുന്നു. ഷാവോയ്ക്ക് ഇത് കേട്ടപ്പോൾ ശരിക്കും ത്രില്ലടിക്കുന്നുണ്ട്. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പത്തേക്ക് പോയാൽ ആ സമയത്തെ ഹോങ്ങയെ അവൾക്ക് കാണാമല്ലോ. അത് മാത്രമല്ല ചിലപ്പോൾ പ്രിൻസസ് നിങ്ങാനെയും കാണാൻ പറ്റിയേക്കും. ഇതൊക്കെ അവൾ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ഹോങ്ങി ശരിക്കും ദേഷ്യപ്പെടുന്നു. ഞാൻ തമാശ പറയാനുള്ള സമയമല്ല ഇത്. എന്തായാലും ഇക്കാര്യം മറന്നേക്കാൻ പറഞ്ഞ് അവൻ അവിടെ തന്നെ പോകുന്നുണ്ട്. ഷാമുവിൻ്റെ പിന്നാലെ ചെന്നിട്ട് അവനോട് ഷാമുവെ ഇങ്ങനെ അയക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അല്ലാതെ അവൻ്റെ പവർ വീണ്ടെടുക്കാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ എതിർക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഹോങ്ങെ അവളെ വിടാൻ സമ്മതിക്കുന്നില്ല. അവൾ പോയിട്ട് അവൾക്ക് തിരികെ വരാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് അവൻ്റെ പേടി. അതുതന്നെയാണോ ശരിക്കും അവൻ്റെ പേടി? അതോ 100 വർഷം മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് നടന്നതൊക്കെ അവൾ അറിഞ്ഞാലോ എന്നുള്ള പേടിയാണോ എന്ന് ഷാമു ചോദിക്കുന്നുണ്ട്. എന്തായാലും ഹോങ്ങി അതിന് മറുപടിയൊന്നും പറയുന്നില്ല. 1 മാസത്തിനുള്ളിൽ മുഴുവൻ ഡീമൻസിനെയും കൊല്ലണമെന്ന് രാജാവ് ഓർഡർ ഇട്ടിരിക്കുന്നത് കാരണം ബിങ്ഷു ആകെ കൺഫ്യൂഷനിലാണ്. അവൻ ഇങ്ങനെ സംശയിച്ചിരിക്കേണ്ട ആവശ്യം എന്താണ്? രാജാവ് പറഞ്ഞത് നടപ്പിലാക്കിയാൽ പോരെ. അല്ലെങ്കിലും ഡീമൻസ് അവൻ്റെ ശത്രുക്കളാണല്ലോ. പിന്നെന്താണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നത് എന്നൊക്കെ പിയാൻ അവനോട് ചോദിക്കുന്നുണ്ട്. പിയാൻ്റെ ഭാവമൊക്കെ ഇപ്പോൾ മാറി തുടങ്ങിയിരിക്കുന്നു. അവളിപ്പോൾ ഏകദേശം ഡ്രീം ദേവതയെ പോലെ ആയിരിക്കുകയാണ്. ബിങ്ഷുവിന് പക്ഷേ അവൾ പറയുന്നത് പോലെ ഡീമൻസുമായി ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. എല്ലാ ഡീമൻസും ഒന്നും അത്ര ദുഷ്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അതാണ് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷേ പിയാനെ തോന്നുന്നത് അവനിങ്ങനെ ഡീമൻസിനെ അറ്റാക്ക് ചെയ്യാൻ മടിക്കുന്നത് ഷാവോ അവരുടെ കൂട്ടത്തിലുള്ളതുകൊണ്ടാണ് എന്നാണ്. അവന് ഷാവോയോട് പ്രത്യേക ഇഷ്ടമുണ്ട് എന്നാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതവളെ അസൂയാലും ആക്കിയിരിക്കുകയാണ്. മൊത്തത്തിലൊരു സൈക്കോ പോലെയാണ് അവളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിങ്ഷുവിനാണെങ്കിൽ ഇതാകെ തലവേദന ഉണ്ടാക്കുന്നു. അവനാണെങ്കിൽ അവളെ എതിർത്തൊന്നും പറയാനും വയ്യ. അവൻ കാരണമാണല്ലോ അവളുടെ അവസ്ഥ ഇങ്ങനെ ആയത്. കാരണം ആകെ ശ്വാസം മുട്ടിയാണ് അവൻ ഇരിക്കുന്നത്. അവൻ്റെ അസ്വസ്ഥത മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നിനക്ക് രക്ഷപ്പെടാൻ ഞാൻ 2-3 തവണ ചാൻസ് തന്നതാണ്. നിനക്കറിയാമായിരുന്ന പിയാനെ നഷ്ടമാവുന്നതിന് മുമ്പേ എന്നെ കൊന്നോളാൻ ഞാൻ നിന്നെ അനുവദിച്ചതാണ്. പക്ഷേ നീ എന്നത് ചെയ്തില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് പിയാനല്ല, ഡ്രീം ദേവതയാണ്. അതുകൊണ്ട് ഇനി നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല എന്ന് പറഞ്ഞ് ഡ്രീം ദേവത അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവൻ്റെ മുൻപിലിരിപ്പുണ്ടായിരുന്ന ടാനർ അത് കേട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും പിയാൻ ഒന്ന് നോക്കിയപ്പോഴേക്കും ടാനർ അടങ്ങുന്നു. ഇപ്പോൾ ടാനർക്കും അവൾക്കെതിരായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സമയത്താണ് പുറത്ത് അസിസ്റ്റൻറ്റും ഫെയ്യുഗാർഡ്സും എല്ലാം കൂടി വന്ന് അവരെ വിളിക്കുന്ന സൗണ്ട് കേട്ടത്. പിയാനോട് പുറത്തേക്ക് ഇറങ്ങി വരരുതെന്ന് പറഞ്ഞിട്ട് ബിങ്ഷു അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ അവൾ അവിടെ ഉണ്ട് എന്ന് അറിയാമായിരുന്ന അസിസ്റ്റൻറ്റ് അവളെ കാണുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ബാക്കിയുള്ള ഫെയ്യുഗാർഡ്സിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നത്. അവൾ ഡ്രീം ദേവതയാണ് എന്നും അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് തങ്ങളുടെ ഹൃദയം മാറ്റിത്തരണമെന്ന് പറയാനാണ് അയാൾ വന്നിരിക്കുന്നത്. അവൻ അങ്ങനെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതോടെ പിയാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ബിങ്ഷു തടഞ്ഞിട്ട് പോലും അവളത് മൈൻഡ് ചെയ്യുന്നില്ല. അസിസ്റ്റൻറ്റും ബാക്കിയുള്ള ഫെയ്യുഗാർഡ്സും എല്ലാം ഡ്രീം ദേവതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവൾക്ക് മുന്നിൽ ഇരുന്നിട്ട് തങ്ങളുടെ ശരിക്കുള്ള ഹൃദയം മാറ്റിയിട്ട് സ്റ്റോൺ ഹൃദയം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിന് മുമ്പ് ഒരു ഫെയ്യുഗാർഡിനെ മുമ്പത്തെ ഡ്രീം ദേവത അങ്ങനെ ചെയ്തിട്ടുള്ളതായി അവർക്കറിയാം. അത് ആ ഫെയ്യുഗാർഡിൻ്റെ ശക്തി 100 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ രാജാവ് എല്ലാ ഡീമൻസിനെയും കൊല്ലണം, അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ അവരുടെ ഫാമിലിയെ മുഴുവനായി കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ആലോചിച്ചിട്ടും മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അങ്ങനെ ശക്തി നേടുകയാണെങ്കിൽ അവർക്ക് എത്ര ഡീമൻസിനെ വേണമെങ്കിലും കൊല്ലുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അതാണ് അയാളുടെ ഉദ്ദേശം.
അങ്ങനെ സ്റ്റോൺ ഹൃദയമായി കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെ പിയാൻ പറയുന്നുണ്ടെങ്കിലും മരണം കാത്തു കിടക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് എന്ന് അസിസ്റ്റന്റ് പറയുന്നു. ബിങ്ഷുവിന് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഹേവു നേരെ പോയത് ടർട്ടിൽ ഡീമൻ ലോർഡിൻ്റെ അടുത്തേക്കായിരുന്നു. അദ്ദേഹം 1000 വർഷങ്ങളായിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഹേവു അവിടെ ചെന്നതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. ഇവൻ ചെന്നിറങ്ങിയത് ഒരു ചതുപ്പിലേക്കായിരുന്നു. അതുകൊണ്ട് ഇവൻ വേഗത്തിൽ താഴേക്ക് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഉറക്കെ കുറേ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ടർട്ടിൽ ലോർഡ് പുറത്തേക്ക് വരുന്നു. തൻ്റെ റെസ്റ്റിന് തടസ്സമുണ്ടാക്കിയത് ആരാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഹേവു പറഞ്ഞത് ഡീമൻ ലോർഡായ ഹോങ്ങിയെ തന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുകയാണ്. അവിടുത്തെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ്. അവിടെ കുറേ ദുഷ്ടന്മാരായിട്ടുള്ള ഡീമൻസിനെ ഈ ടർട്ടിൽ ലോർഡ് തലവിലാക്കിയിട്ടുണ്ട്. അവിടെയുള്ള സീൽ സ്ട്രോങ് ആണോ, അവരൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ടോ, അവരൊന്നും രക്ഷപ്പെട്ടു പോവില്ലല്ലോ എന്നൊക്കെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോങ്ങിയെ തന്നെ അയച്ചതെന്നാണ് ഹേവു പറയുന്നത്. ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവൻ ആ ചുഴിയിലേക്ക് മുങ്ങിപ്പോകാൻ തുടങ്ങുന്നുണ്ട്. അവസാനം ഒരു കൈ മാത്രം മുകളിൽ കാണുന്ന കണ്ടീഷനിലായപ്പോഴാണ് ടർട്ടിലോട് വന്ന് ഇവനെ പിടിച്ച് കയറ്റുന്നത്. ഷാവോ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവളുടെ ചിന്ത മുഴുവൻ ആ സമയത്തെ പിന്നിലേക്കാകുന്ന ടെക്നിക്കിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമെന്നാണ്. പക്ഷേ അവിടെയുള്ള ബുക്സൊക്കെ ചെക്ക് ചെയ്തിട്ട് അവൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിയാൻ പറ്റുന്നില്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നും അവൾ തിരയുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും ഈ പുസ്തകങ്ങളില്ലെങ്കിൽ പിന്നെ മനുഷ്യരുടെ ഇടയിലുള്ള പുസ്തകങ്ങളിൽ കാണുമെന്ന് ബാംബു ഇതിനിടയിൽ അവളോട് പറയുന്നു. അത് ശരിയാണെന്ന് അവൾക്ക് തോന്നുന്നതിനാൽ അവൾ വേഗം മനുഷ്യരുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്. താനിങ്ങനെ പോയ കാര്യം മറ്റാരോടും പറയരുതെന്ന് അവിടെ ഉണ്ടായിരുന്ന ബാംബുവിനോടും ലവ്ലോയോടും പറഞ്ഞിട്ടാണ് അവൾ പോയത്. മുങ്ങിച്ചാവാൻ തുടങ്ങിയ ഹേവുവിനെ ആ ടർട്ടിലോട് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഡീമൻസിനെയൊക്കെ തടവിലാക്കിയിരിക്കുന്ന സ്ഥലത്തിനടുത്തേക്ക് പോയിട്ട് അവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല, അവിടുത്തെ സീലൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആണ് എന്നൊക്കെ അവനോട് പറയുന്നു. ഇനി ഇക്കാര്യം ചെന്ന് ഹോങ്ങിയെ അറിയിക്കാനും പറയുന്നുണ്ട്. പക്ഷേ ഹേവു അവിടെ അങ്ങനെ പോകാൻ തയ്യാറാവുന്നില്ല. അവൻ്റെ ഉദ്ദേശം വേറെയാണ്. അതുകൊണ്ട് ഹോങ്ങിയെ കൊടുത്തയച്ചതാണ് എന്ന് പറഞ്ഞ് കുറച്ച് വൈൻ അവൻ അദ്ദേഹത്തിന് കുടിക്കാൻ നൽകുന്നു. അദ്ദേഹം അതൊക്കെ കാര്യമായി കുടിക്കുന്നുണ്ട്. ഇവനും കൂടെ ഇരുന്ന് കുടിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് കുടിക്കുന്നതായി കാണിച്ചിട്ട് അദ്ദേഹം കാണാതെ തുപ്പിക്കളയുകയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ അദ്ദേഹം നല്ല ഫോമിലാവുന്നു. ആ സമയത്ത് എങ്ങനെയാണ് ആ സീൽ തുറക്കേണ്ടതെന്ന് ഹേവു നയത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും അദ്ദേഹം അത് പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അവൻ കുറേ കൂടി വൈൻ നൽകി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം നല്ലോണം നഷ്ടപ്പെടുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ആ സീൽ തുറക്കുന്നതിന് ആവശ്യമായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ താക്കോൽ പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനം അദ്ദേഹം പുറത്തെടുക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മയങ്ങി വീഴുന്നുമുണ്ട്. ഹേവു അത് കൈക്കലാക്കി അദ്ദേഹം പറഞ്ഞ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം വേണ്ടിയിരുന്നത് സെലസ്റ്റിയൽ വാട്ടറാണ്. അവൻ ആദ്യം തന്നെ പോയി അത് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം അണ്ടർഗ്രൗണ്ട് ഫയറും കളക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആവശ്യമുള്ളത് ഹേർട്ട് ബ്ലഡ് ആയിരുന്നു. അതവൻ സ്വന്തം ഹേർട്ടിലെ ബ്ലഡ് തന്നെ എടുക്കുന്നുണ്ട്. രാജാവ് ഈ സമയം ഡീമൻസുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി തൻ്റെ സൈനികരെ എല്ലാം തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഫെയ്യു ഗാർഡ്സും അദ്ദേഹത്തിൻ്റെ ബാക്കി സൈന്യവും ഇതിനൊപ്പമുണ്ട്. ബിങ്ഷു മാത്രമാണ് ഇക്കൂട്ടത്തിൽ യുദ്ധത്തിന് തയ്യാറല്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. പക്ഷേ അവനും യുദ്ധത്തിന് പോയേ പറ്റുള്ളൂ, അല്ലാതെ അവൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് രാജാവ് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് പിയാൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അവൾ ഇപ്പോൾ ഡ്രീം ദേവതയാണ് എന്നുള്ള രീതിയിലാണല്ലോ രാജാവിന് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവൾക്ക് നല്ല ബഹുമാനം നൽകുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും അവളെ ബഹുമാനിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. ബിങ്ഷു മാത്രം ആദ്യമായി തയ്യാറാവുന്നില്ല. പിന്നെ അവനും അവസാനം അങ്ങനെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. ഹേവു ഈ സമയം അവൻ്റെ ഹേർട്ട് ബ്ലഡ് കൂടി ഉപയോഗിച്ചിട്ട് ആ സീൽ തകർത്ത് കഴിഞ്ഞിരുന്നു. അതിൻ്റെ സിഗ്നൽ കിട്ടിയതോടെ ടർട്ടിലോട് ഉണരുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈ വിട്ട് പോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹം വീണ്ടും അത് സീൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഈവിൽ ഡീമനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നശിക്കുമെന്ന് അദ്ദേഹം വെപ്രാളത്തോടെ വിളിച്ചു പറയുന്നു. ഹേവുവിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. ഇനി ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവൻ അവിടെ നിന്ന് അട്ടഹസിക്കുന്നുണ്ട്. ഈ ഈവിൽ ഡീമൻ രക്ഷപ്പെടുന്നതിൻ്റെ സൂചനയായിട്ട് അന്തരീക്ഷം മൊത്തത്തിൽ മാറുന്നുണ്ട്. പിയാനൊക്കെ നിൽക്കുന്ന സ്ഥലത്തും ഇതറിയുന്നുണ്ട്. എന്തോ വലിയ ദുരന്തം വരാൻ പോവുകയാണ് എന്ന് അവൾക്കും മനസ്സിലാവുന്നു. ഈ ദുരന്തം തടയുന്നതിന് രാജാവിനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ഇമ്മോർട്ടൽസ് ഉറപ്പായിട്ടും അദ്ദേഹത്തെ സഹായിക്കും. അമരത്വം അദ്ദേഹത്തിന് ഉറപ്പായും ലഭിക്കും എന്നൊക്കെ അവൾ പറയുന്നു. അതിനു വേണ്ടിയിട്ട് പകരം എന്ത് ചെയ്യാനും രാജാവ് തയ്യാറായിരുന്നു. അദ്ദേഹം നേരിട്ട് ഈ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. പകരം മിലിറ്ററി കമാൻഡ് ബിങ്ഷുവിനെ ഏൽപ്പിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. രാജാവ് അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. ബിങ്ഷുവിന് മാത്രം ഇക്കാര്യത്തിൽ അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. എന്തായാലും രാജാവ് ഡീമൻസിനെല്ലാം കൊല്ലുന്നതിനുള്ള ആ മെയിൻ ഉത്തരവാദിത്തം ഇപ്പോൾ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നു.